വെൽക്കം ബാക്ക്. അപ്പോ മോർണിംഗ് വാക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നടന്നു തുടങ്ങുന്നു. പ്രേക്ഷകരിൽ എത്ര പേർ നടന്ന് എവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ അറിയിക്കുക. കമന്റ് ബോക്സിലേക്ക് സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും വരും രണ്ടാം ഘട്ടത്തിൽ. കാരണം ആദ്യ ഘട്ടത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് വാർത്തകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് എത്തി നോക്കിയത് മാത്രം ചെയ്തത്. അതെ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് കാണിക്കുന്ന രീതിയിൽ മനോഹരമായ ആ സൂര്യൻ അവിടെ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. പ്രകൃതി ഭംഗി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും വീണ്ടും വീണ്ടും ഇവിടെ ജനിച്ചാലോ എന്ന്, അല്ലേ? അത് പക്ഷെ നടക്കുമോ? നടന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ആഗ്രഹിക്കാമല്ലോ. ആഗ്രഹിക്കാം. അപ്പോ വാർത്തയിലേക്ക് പോലെ രാഷ്ട്രീയ വാർത്തയാണ്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇന്നലെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രേക്ക് ചെയ്ത ഷഹദ് റഹ്മാനാണ് ഈ വാർത്ത ഇന്നലെ ബ്രേക്ക് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്ന് കൂടി നമുക്ക് നോക്കാം. KPCC പ്രസിഡന്റ് മാറ്റത്തിൽ ആശയക്കുഴപ്പത്തിൽ ഹൈക്കമാൻഡ്. പൊതു സ്വീകാര്യനായ കെ സുധാകരനെ മാറ്റിയാൽ പകരം ആര് എന്ന ചോദ്യമാണ് ഹൈക്കമാൻഡിനെ കുഴയ്ക്കുന്നത്. അതേസമയം ഇന്നലെ ഡൽഹിയിലെത്തിയ കെ സുധാകരൻ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിലെ പുനഃസംഘടനാ നടപടികൾ സംബന്ധിച്ച തുടർ നീക്കങ്ങൾ കരുതലോടെ മതിയെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അടിമുടി മാറ്റത്തിനൊരുങ്ങുന്ന കോൺഗ്രസിൽ പുതിയ KPCC പ്രസിഡന്റ് ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കെ സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡിന് സമ്മർദ്ദമുണ്ടെങ്കിലും പാർട്ടി അണികൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും കെ സുധാകരനുള്ള സ്വീകാര്യതയാണ് വെല്ലുവിളിയാകുന്നത്. പകരം പറഞ്ഞു കേൾക്കുന്ന പേരുകൾ മതസാമുദായിക സമവാക്യങ്ങൾ നോക്കിയുള്ളതാണ്. അത്തരമൊരു പരീക്ഷണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയിലേക്ക് നയിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹൈക്കമാൻഡിനായിരിക്കും. അതിനാൽ കേരളത്തിലെ പുനഃസംഘടനയിലെ തുടർ നീക്കങ്ങൾ കരുതലോടെ മതിയെന്നാണ് നേതൃതലത്തിലെ ധാരണ. ഇന്നലെ ഡൽഹിയിലെത്തിയ KPCC അധ്യക്ഷൻ കെ സുധാകരൻ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൈവരിച്ച ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉൾപ്പെടെയുള്ള നേട്ടങ്ങളും സംഘടനാ അടിത്തറ ശക്തമാക്കുന്നതിന് ആവിഷ്കരിച്ച നയപരിപാടികളും ഇരുവർക്കു മുന്നിലും സുധാകരൻ അക്കമിട്ട് നിരത്തിയെന്നാണ് സൂചന. അതേസമയം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ നടത്തി ചില സർപ്രൈസ് തീരുമാനങ്ങൾ കേരളത്തിന്റെ കാര്യത്തിൽ കൈക്കൊള്ളാനും ഹൈക്കമാൻഡിന് പദ്ധതിയുണ്ട്. 24 കോഴിക്കോട്. അപ്പോൾ ഒരു KPCCയിലെ നേതൃമാറ്റം, ഒപ്പം DCC ഭാരവാഹികളൊക്കെ മാറും എന്നാണ് പറയുന്നത്. എന്നാൽ തന്റെ നേട്ടങ്ങൾ എന്താണ് എന്ന് ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട് കെ സുധാകരനെ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് ഒരു തീരുമാനം? അത് മെല്ലെ മതി, അത് കരുതലോടെ മതി എന്നാണ് ഇപ്പോൾ നേതൃത്വം ഒരു കൺഫ്യൂഷനിലാണ്. കൺഫ്യൂഷൻ തീർക്കണം. അതെ, കൺഫ്യൂഷൻ തീർക്കണമേ. ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. പാർട്ടി പരിപാടികൾക്കായി പുതിയ മാർഗനിർദ്ദേശം ഇറക്കിയിരിക്കുകയാണ് KPCC. പാർട്ടിയിലെ അച്ചടക്കമില്ലായ്മ പരിഹരിക്കാനാണ് പുതിയ മാർഗനിർദ്ദേശം. വേദിയിലെ കസേരകളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. ഉത്തരവാദിത്തപ്പെട്ടവരും ക്ഷണിക്കപ്പെട്ട ഭാരവാഹികളും മാത്രമേ വേദിയിൽ പാടുള്ളൂ. കാര്യപരിപാടികൾ മുൻകൂട്ടി പ്രസിദ്ധീകരിക്കുകയും പ്രധാന ഭാരവാഹികൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ അവരുടെ പേരുകൾ സീറ്റുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. വേദികളിൽ തിക്കും തിരക്കും ഉണ്ടാകാതെ നോക്കേണ്ടത് പരിപാടി സംഘടിപ്പിക്കുന്ന ഘടകത്തിന്റെ പ്രസിഡന്റിന്റെ ചുമതലയാണ് എന്നും ഈ സർക്കുലറിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ മാർഗനിർദ്ദേശം പൊതുപ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് കഴിഞ്ഞാൽ കസേര കിട്ടുക അല്ലെങ്കിൽ ഫോട്ടോയിൽ മുഖം വരിക എന്നുള്ളതല്ല. കാലം മാറണം. ഒരുപക്ഷെ കോൺഗ്രസിനെ കുറിച്ച് അത് ഒരുപക്ഷെ തമാശയായിട്ടൊക്കെ നമ്മുടെ സറ്റയറിൽ പോലും അത് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടതാണ്. നമ്മുടെ പുരാണത്തിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് അത്തരം കാര്യങ്ങൾ. അപ്പോൾ അത് അങ്ങനെ ഒരു പേര് ദോഷം അല്ലെങ്കിൽ അത് മാറണം. അതുകൊണ്ട് ഒരു ആയിരിക്കാം ഇത്രയും കർശനമായ ഒരു നിർദ്ദേശമൊക്കെ KPCC ഇറക്കിയിരിക്കുന്നത്. ഏത് പാർട്ടിയാണെങ്കിലും എന്റേതല്ല എന്റെ ഫുൾ ഫിഗർ എന്നതല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം. പൊതുസമൂഹത്തിന് നന്മ നൽകുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി അതായത് ഒരു ജോലിയോ ബിസിനസ്സോ ഒക്കെ ചെയ്തുകൊണ്ട് അതിലേക്ക് വരുമ്പോൾ അഴിമതിയിലേക്കുള്ള സാധ്യത കുറയ്ക്കുന്ന രീതിയിൽ പഠനങ്ങളൊക്കെ വരുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് കമന്റ് ബോക്സിലേക്ക് വരാം. അവിടെ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമന്റ് വായിക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് അബ്രഹാം തോമസ് പറയുന്നു. അബ്രഹാം തോമസ് പോലെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകൻ എന്ന് പറയുന്നൊരു ഷഫീർ മണ്ണാർക്കാടാണ്. അതാണ് അല്ലെ. അപ്പൊ ഹാഷ്മി ഇന്ന് മുതൽ സ്റ്റുഡിയോയിൽ നിന്ന് വരും. നമ്മളെക്കാളും മുമ്പേ ഇവരൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇന്റലിജൻസ് വിങ് ഉണ്ടെന്ന്. അതെ. അപ്പം കാശ്മീരിൽ നിന്ന് ഹാഷ്മി മടങ്ങിയെത്തിയിട്ടുണ്ട്. അപ്പോൾ വൈകാതെ നിങ്ങളുടെ മുന്നിലേക്ക് ഹാഷ്മി എത്തും സ്റ്റുഡിയോയിൽ നിന്ന്. പിന്നെ ബിന്ദു പിന്നാലെ പറയുന്നു, അടിപൊളി വൈബാണ്, അത് കണ്ടപ്പോൾ എന്നെ നാടോർമ്മ വരുന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ ഒരു മനോഹാരിത കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഡൽഹിയിലാണ് ആള്. ഇന്നലെ നമുക്ക് അവിടെ ഇടി മിന്നൽ കാറ്റൊക്കെ ഉണ്ടെന്ന വാർത്ത നമുക്ക് അറിയിച്ചു തന്നിരുന്നു. അപ്പോ ദൂരെ ഇരിക്കുമ്പോൾ തീർച്ചയായും നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ അതൊരു ഗൃഹാതുരത്വമാണല്ലോ. അതെ. അപ്പോൾ നീതു ജോർജ് പറയുന്നു, 24 മോർണിംഗ് വാക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ടും എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല അതുവരെ. അതെ, ഇന്നലെ മമ്മിക്ക് സുഖമില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആണ്, നമ്മൾ താമസിയാതെ വിഷ് ചെയ്യാനിരിക്കുകയാണ്. മടിയാണ് ഇപ്പോൾ എല്ലാത്തിനും
ബെഡിൽ നിന്നും എണീക്കാൻ തന്നെ എന്ന് പറയുന്നു. അതല്ല, അടിയുടെ കുറവാണ്. ശരിയാക്കി മടിയൊക്കെ മാറ്റിത്തരാം. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. കോൺഗ്രസിൽ നമ്മൾ ഇനിയിപ്പോൾ CPM-ലേക്ക് പോയി കഴിഞ്ഞാൽ CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുകയാണ്. 24ാം പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള ആദ്യ പൊളിറ്റ് ബ്യൂറോ യോഗമാണ് ചേരുന്നത്. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ ചുമതല സംബന്ധിച്ച കാര്യത്തിലും തീരുമാനമുണ്ടാകും. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തുന്നുണ്ട്. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ തുടർ പ്രതിഷേധങ്ങൾ യോഗത്തിൽ തീരുമാനിക്കും. ജാതി സെൻസസിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതും ഈ യോഗത്തിൽ ചർച്ചയാകും എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ മാസം തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട തുടർ പ്രക്ഷോഭ പരിപാടികളും യോഗത്തിൽ തീരുമാനിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ്. അത് നിലമ്പൂരാണ്. അപ്പോൾ നിലമ്പൂരിൽ ആരെ പിന്തുണയ്ക്കും, എങ്ങോട്ട് പോകുമെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ UDF-നെ പിന്തുണയ്ക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് വെൽഫെയർ പാർട്ടി. UDF-മായി ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി സാധ്യതയുള്ളവർ പിന്തുണ തേടിയിട്ടുണ്ട്. PV അൻവറും പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPIM ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി ആ രാഷ്ട്രീയ നിലപാട് അവർ വ്യക്തമാക്കുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാകുമെന്നും വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് റസാഖ് പാലേരി 24നോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്കാണ് ഇനി. PV അൻവർ പിന്തുണ തേടിയത് ഇന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നല്ല. ഈ ഒരു രാഷ്ട്രീയ ഘട്ടത്തിൽ പല രൂപത്തിലുള്ള ചർച്ചകളും ഉയർന്നു വരുമ്പോൾ നമ്മൾ സഹകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും മറ്റുമാണ് PV അൻവർ സംസാരിച്ചത്. മുന്നണിയുടെ ഭാഗമാകുന്നത് വേണ്ട എന്ന് തീരുമാനിച്ച പാർട്ടിയല്ല വെൽഫെയർ പാർട്ടി. മതനിരപേക്ഷ കക്ഷികളുമായി ചേർന്ന് നിൽക്കുന്നതിൽ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. CPM ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധതയും ഇസ്ലാമോഫോബിയയും പലയിടങ്ങളിലും ചർച്ചയായിട്ടുണ്ട്. യെസ്, അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു വാർത്ത ദിവസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ വിഴിഞ്ഞത്തെ നമ്മുടെ കമ്മീഷനിങ് ആയിരുന്നു. അത് കമ്മീഷൻ ചെയ്യപ്പെട്ടു രാജ്യത്തെ എന്നാണ് ഏറ്റവും വലിയ ഈ പറയുന്ന ഒരു രാജ്യാന്തര രംഗത്ത് തന്നെ വലിയൊരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് ഇന്നലെ അവിടെ കമ്മീഷൻ ചെയ്യപ്പെട്ടത്. പക്ഷെ അതല്ല, ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇന്നലെ വന്നു എന്നുള്ളതാണ്. ആ ചടങ്ങ് തന്നെ ഒരു വാർത്തയായി മാറി എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായി ഇപ്പോൾ വലിയ തർക്കമായി വിവാദമായും ഒക്കെ വരുന്നുണ്ട്. അതിൽ പങ്കെടുത്ത ആൾക്കാർ അവിടെ പറഞ്ഞ പ്രസംഗങ്ങൾ, ആ പ്രസംഗത്തിലെ പരിഭാഷപ്പെടുത്തിയിലെ പോരായ്മകൾ, BJP അധ്യക്ഷൻ അവിടെ മുദ്രാവാക്യം വിളിച്ചത്, അങ്ങനെ പല വിഷയങ്ങളിലായി ആ ചടങ്ങ് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അവിടെ എന്ത് തന്നെ നടന്നെന്ന് പറഞ്ഞാലും ഈ കമ്മീഷനിങ്ങിന് ശേഷം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് എന്ത് നടക്കുമെന്ന് അറിയാനാണ് എല്ലാവർക്കും ആകാംക്ഷയുള്ളത്. തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് വലിയ നേട്ടങ്ങളാണ്. പക്ഷേ സംസ്ഥാനത്തിന് നേട്ടം ഉണ്ടാകണമെങ്കിൽ തുറമുഖത്തിന്റെ അടുത്ത ഘട്ടവും അനുബന്ധ വികസനവും പൂർത്തിയാകേണ്ടതുണ്ട്. രാജ്യത്തിന്റെ അഭിമാന പദ്ധതി, കേരളത്തിന്റെ വികസന സ്വപ്നം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ പോർട്ട് ഓപ്പറേഷനിൽ ഇതുവരെ നടന്നത് തന്നെയാകും കുറച്ചു നാളുകൾ കൂടി ഉണ്ടാവുക. മദർഷിപ്പുകളിൽ നിന്നുൾപ്പെടെ കണ്ടെയ്നറുകൾ തുറമുഖത്തിറക്കി മറ്റു കപ്പലുകളിൽ പല തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. കടൽ മാർഗമല്ലാതെ ചരക്ക് നീക്കം നടക്കണമെങ്കിൽ റോഡ്, റെയിൽ ഉൾപ്പെടെ അനുബന്ധ വികസനങ്ങൾ പൂർത്തിയാക്കണം. തുറമുഖത്തിന്റെ അടുത്തഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കണം. അപ്പോൾ ഇതുവരെയും നമ്മൾ പ്രതീക്ഷിച്ചതിലധികം വേഗതയിൽ നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ സാധിച്ചു. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ വരെ നമുക്ക് ആകർഷിക്കുവാനും അവർക്ക് സംതൃപ്തകരമായിട്ടുള്ള സേവനങ്ങൾ നൽകുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രവൃത്തി തീർച്ചയായിട്ടും തുടരും. അത് കുറച്ചുകൂടെ ഗുണമേന്മയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റെയിൽവേ, തുരങ്കപാത ഉൾപ്പെടെയാണ് അനുബന്ധ വികസനങ്ങളിൽ പ്രധാനം. വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന വികസനം എവിടെയും എത്തിയിട്ടില്ല. വിഴിഞ്ഞത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന 10.7 കിലോമീറ്റർ വരുന്നതാണ് റെയിൽപാത. കൂടാതെ 2 കിലോമീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡിലെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. തുറമുഖത്ത് നിന്ന് തലക്കോട് വെച്ച് NH66 യോജിക്കുന്ന നിലയിലാണ് റോഡിന്റെ ഡിസൈൻ. അടുത്തത് ഇനി നമുക്ക് ക്രൂ ചേഞ്ച് പോലെയുള്ള സേവനങ്ങൾ നൽകുവാനായിട്ടുള്ള അനുമതികളും മറ്റ് സാങ്ഷൻസും കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള നടപടികൾ നടന്നു വരികയാണ്. അത് എത്രയും പെട്ടെന്ന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം നമുക്ക് എന്താണ് ട്രാൻസ്ഷിപ്മെൻറ്റിൽ തന്നെ വാല്യൂ ആഡഡ് സർവീസസ് നൽകാൻ സാധിക്കുമോ, കൺസോളിഡേഷൻ മുതലായ കാര്യങ്ങൾ നമുക്ക് തുറമുഖത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പരിശോധിക്കും.
ഒപ്പം നമ്മുടെ കണക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ റോഡ് കണക്ടിവിറ്റിക്ക് നമുക്ക് NH-ഉമായിട്ട് ബന്ധിപ്പിക്കുന്ന നമ്മുടെ സർവീസ് റോഡും അപ്രോച്ച് റോഡും എല്ലാം തന്നെ നമ്മളിപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് ആക്കണം. അപ്പോൾ അതിനുശേഷം അടുത്തത് എപ്പോഴാണ് കയറ്റുമതി ഇറക്കുമതി എന്നുള്ളത്, എക്സിം കാർഗോ നമുക്ക് ആരംഭിക്കാൻ ഏറ്റവും ഉചിതമായ സമയം എന്നുള്ളത് നമുക്ക് കണ്ടെത്താനുണ്ട്. തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ നിർണായകം ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ആണ്. രാജ്യാന്തര യാത്രക്കാരെ തുറമുഖത്തിന് പുറത്തു കടത്താനും ചരക്ക് നീക്കാനുമുള്ള ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് സജ്ജമാക്കാൻ കമ്മീഷനിംഗ് സഹായിക്കും. അടുത്ത ഘട്ട പ്രവർത്തികൾ പൂർത്തിയാക്കുമ്പോൾ ബർത്തിന്റെ നീളം 800 മീറ്ററിൽ നിന്നും 2000 മീറ്റർ ആകും. 5 മദർഷിപ്പുകൾക്ക് ഒരേ സമയം എടുക്കാനുള്ള സൗകര്യം. ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുടെ എണ്ണം 8-ൽ നിന്നും 12 ആക്കുമ്പോൾ യാർഡ് ക്രെയിനുകൾ 24 എണ്ണത്തിൽ നിന്നും 36 ഉയർത്തും. വിഴിഞ്ഞത്തിന്റെ മാത്രം പ്രത്യേകതയായ 3 കിലോമീറ്റർ ദൂരമുള്ള ബ്രേക്ക് വാട്ടറിന്റെ നീളം ഇനിയും കൂടും. 2028 അടുത്ത ഘട്ടങ്ങൾ പൂർത്തീകരിക്കാനാണ് തുറമുഖ അധികൃതരുടെ തിരക്കിട്ട നീക്കം. മേഘ്ന മുരളി, 24, തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് വിഴിഞ്ഞത്തെ ഇനിയുള്ള പ്രതീക്ഷകൾ. അപ്പോൾ എന്തായാലും ഇപ്പം മറ്റൊരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യാത്തൊരു കാഴ്ചയാണിത്. ഇതാ നമ്മുടെ താറാവ് കൂട്ടം ഒരുപാടുണ്ട്. അവരിങ്ങനെ ഈ കൈവഴി, ഈ ചെറിയൊരു തോടാണിത്, ആ തോടിന്റെ കൈവഴിയിലൂടെ ഇങ്ങനെ നീന്തി തുടിച്ച് വന്ന് ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാവും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഈ വാൾട്ട് ഡിസ്നിയിലെ ഡൊണാൾഡ് ഡക്കിനെ ഓർമ്മ വരും. അദ്ദേഹത്തിന്റെ ഒരു സംസാരമൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയായിരുന്നത്? ഇതുപോലെ ഏകദേശം ഇതുപോലെ. നോ. അപ്പോ അതാണ് എന്ത് ഭംഗിയുള്ളൊരു കാഴ്ച, എന്ത് അച്ചടക്കത്തോടു കൂടാണ് അവര് പോകുന്നത് എന്നുള്ളതാണ്. അതിന് തലമ്പില്ല, ബഹളങ്ങളില്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ട കാഴ്ചയാണ്. ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി, ഇതിപ്പോ എത്ര താറാവുകളുണ്ട് ഇവിടെ? ഇപ്പൊ ഒരു 10,000 സംതിങ് ഉണ്ട്. ഇത് ഈ താറാവ് കൃഷി തുടങ്ങിയിട്ട് കുറയായോ? ഇവര് ഹസ്ബൻഡിന്റെ വീട്ടുകാര് ഒത്തിരി വർഷങ്ങളായിട്ട്. ഇവിടെ തന്നെയാണോ സ്ഥലം? എന്റെ പേര് ഹസീന. അപ്പോൾ അടിപൊളി, നമുക്ക് നല്ലൊരു എന്താ പറയാ, അതെ, നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇത് കാണാൻ ആൾക്കാർ വരണ്ടോ? ഇഷ്ടം പോലെ. അപ്പൊ താങ്ക് യു. നല്ലൊരു കാഴ്ചയാണ്. മാത്രമല്ല നല്ല അച്ചടക്കത്തോടു കൂടാണ് അവർ പെരുമാറുന്ന, മനുഷ്യരെ പോലെ അല്ല എന്ന് പറയായിരുന്നു. അപ്പൊ നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷ് ഉണ്ട്. നമ്മുടെ എല്ലാ ദിവസവും നമ്മളെ കാണുന്ന മിജോയുടെയും നീതുവിന്റെയും മമ്മി മേരിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആന്റിക്ക് സുഖമില്ലായിരിക്കാണ്. ആന്റി പെട്ടെന്ന് സുഖമാകട്ടെ. ഹാപ്പി ബർത്ത്ഡേ. അടുത്ത വർഷം നല്ല ആരോഗ്യമുള്ള മിടുമിടുക്കിയായിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് വാക്ക് കാണുന്ന പ്രേക്ഷകയായി നമ്മളെ കാണാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഓഫീസിൽ. അപ്പോൾ സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് എന്റെ ഭാഗത്തുനിന്നും അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് ഇന്ന് നടത്ത അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്.